ഇന്ന് എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ വരുന്ന വഴിക്കുള്ള ഭാഗങ്ങളാണ് കേട്ടോ കുറച്ച്. അപ്പം നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് കാണിക്കുന്നത് ഞാൻ എങ്ങനെയാണ് ഇവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. രണ്ടാളുള്ളത് കൊണ്ട് തന്നെ അതൊരു വലിയൊരു ടാസ്ക്കാണ് എന്നെ സംബന്ധിച്ചിട്ട്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമൊന്നും ഞാൻ യൂസ് ചെയ്യാറൊന്നുമില്ല കേട്ടോ. എക്സാം ആയതുകൊണ്ട് തന്നെ അതൊക്കെ നിർത്തിച്ച് കൊടുക്കുക, പണ്ടത്തെ വീഡിയോസ് കുത്തിപ്പൊക്കിയിടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ മെയിൻ ഹോബി എന്ന് തന്നെ പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും വന്നു അല്ലേ? ആണോ? പ്രാർത്ഥനല്ലേ പറഞ്ഞത്? അമ്മ പറഞ്ഞല്ല വന്നത് ഡിവൈസർ മറ്റേ അതേ വരുന്നത്. അയ്യോ ബെറ്റ് മിസ് സമർപ്പിച്ചിരിക്കുന്ന വീഡിയോ കണിക്കൊന്ന കാരണം ഈ കണിക്കൊന്ന ഈ കട്ടിക്കൊന്നുള്ളത് അടുത്ത കണിക്കൊന്ന കാണിച്ചിട്ടുള്ള ഈ പോക്ക് എന്താ വെച്ചാല് പ്രഭി പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രഭിയുടെ അവിടെ ഒന്നും ഒരൊറ്റ കണിക്കൊന്ന പോലും കിട്ടാനില്ല, ഒന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ ഇവിടെയൊക്കെ നിറയെ പൂത്ത് റോഡിലൊക്കെ വീണെടുക്കുകയാണ് കണിക്കൊന്ന. ഇനി ആ സമയം നമ്മൾക്കും എല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും കേട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് മരത്തുമേരെ ഇല പോലും ഇല്ലാത്ത രീതിയിലാണ് ഈ കണിക്കൊന്നൊക്കെ ഉണ്ടായി നിൽക്കുന്നത്. അത്രയ്ക്ക് അധികം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഈ ഒരു വർഷം എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലും ഉണ്ടായിട്ടുണ്ട് നിറയെ. അത് പിന്നെ വലിയ മരമായതുകൊണ്ട് നമുക്ക് പൊട്ടിക്കാനൊന്നും പറ്റില്ല, കണ്ടു നിന്ന് ഭംഗി ആസ്വദിക്കുക എന്നുള്ളത് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് എക്സാം കഴിഞ്ഞപ്പോൾ ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ ഉണ്ണിച്ചേട്ടൻ്റെ കടയിലേക്ക് വന്നിട്ടുണ്ട് ഒരു പഴം ജ്യൂസ് വാങ്ങിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കുറേ നാളായിട്ടുണ്ട് നമ്മൾ പഴം ജ്യൂസും ഷേക്കും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പോൾ 2 ദിവസമൊക്കെ ആയിട്ട് അടുത്തിട്ടുണ്ടാവുമായിരിക്കണം, അത്രയായിട്ടുണ്ട് കേട്ടോ. ഇവിടേക്ക് ഇങ്ങോട്ട് വരാറൊന്നുമില്ല നമ്മൾ തീരെ. ഞാനിന്ന് വലിയൊരു കാര്യം നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോവുകയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ പിള്ളേരെ പഠിപ്പിക്കുമ്പോഴുണ്ടല്ലോ പലരും എന്നെ കുറ്റം പറയാറുണ്ട് കേട്ടോ. എന്തിനാ ഇത്ര നേരം ഇരുന്ന് പഠിപ്പിക്കണത്, അല്ലെങ്കിൽ പലരൊന്നും അല്ല, എൻ്റെ ചേട്ടനാണ് എന്നെ ഏറ്റവും കൂടുതൽ കുറ്റം പറയാം, ചീത്ത പറയാം എന്നെ വിളിച്ചിട്ട്. ഇത്ര നേരം കുട്ടികളെ പഠിപ്പിക്കണു, അല്ലെങ്കിൽ ഏത് നേരം പഠിപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചീത്ത പറയും കേട്ടോ. ആക്ച്വലി ഞാനിപ്പോൾ പിന്നെ പഠിപ്പിക്കൽ കുറവാണ്, അമ്മൂട്ടീനെയാണ് കൂടുതലും പഠിപ്പിക്കൽ ഇപ്പോൾ കുറവ് എന്ന് പറയാം. അപ്പം അതിന് ഞാൻ പഠിപ്പിക്കാറുണ്ട് കേട്ടോ. രണ്ടാളെയും കൂടെ ഹാൻഡിൽ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അടുത്ത കൊല്ലം തൊട്ടിട്ട് ഞാൻ അമ്മൂട്ടീനെ ട്യൂഷന് വിടണമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. രണ്ടാളെയും കൂടെ എനിക്ക് മേയ്ക്കാൻ സാധിക്കണില്ല. അപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്, സ്കൂൾ ഇവർക്ക് ഒരു പരീക്ഷ ആയതുകൊണ്ട് തന്നെ 12:30 ആകുമ്പോൾ സ്കൂൾ വിട്ടിട്ട് വരും. ഇപ്പം ഈ സമയത്താണ് രണ്ടുപേരും പഠിക്കാനിരിക്കുന്നത്. അമ്മൂട്ടി പിന്നെ നേരത്തോടെ ഇരുന്ന് കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പായു 7:30 ആയിട്ടാണ് കേട്ടോ പഠിക്കാനിരുന്നിട്ടുള്ളതെന്ന്. അപ്പോൾ തന്നെ അറിയാമല്ലോ ഞാൻ അത്ര നേരമൊന്നും ഇരുത്തി പഠിപ്പിക്കണില്ല എന്നുള്ള കാര്യം. പിന്നെ സ്വന്തമായിട്ടൊരു തോന്നൽ വേണം, നമുക്ക് പഠിക്കാനുണ്ട്, എക്സാം ഉണ്ട്, അത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആണ് എന്നുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ നമുക്ക് സ്വന്തമായിട്ട് വേണം. നമ്മളും ഈ പ്രായം കടന്നു വന്നിട്ടുള്ളത് തന്നെയാണ്. നമുക്കും അറിയാം അവർ എത്രത്തോളം പഠിക്കും, അല്ലെങ്കിൽ നമ്മുടെ സപ്പോർട്ട് എത്രത്തോളം വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയേണ്ടതാണ്. എൻ്റെ അച്ഛനമ്മയാണെങ്കിലും അതിപ്പോൾ നിങ്ങളുടെ അച്ഛനമ്മമാരാണെങ്കിലും നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഉള്ള പാരൻസ് നോക്കണ പോലെ ഒരിക്കലും നമ്മുടെ അച്ഛനമ്മമാർ നമ്മൾ നോക്കിയിട്ടില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ് കേട്ടോ. ചെറുപ്പത്തിലൊക്കെ അമ്മ അങ്ങനെ ഇരുത്തി പഠിപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് ഒരു 5ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമൊക്കെ നമ്മൾ സ്വന്തമായിട്ടൊക്കെ തന്നെയാണ് ഇരുന്ന് പഠിച്ചിട്ടുള്ളത്. ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടില്ല. ട്യൂഷന് പോയോടുന്നു ഞാനങ്ങനെ അമ്മൂട്ടി ഇപ്പോൾ 7ാം ക്ലാസ് ആയിട്ടുണ്ട്. ഇത്ര നാളായിട്ട് അങ്ങനെ ട്യൂഷനും കാര്യങ്ങളൊന്നും വിട്ടിട്ടൊന്നുമില്ല. ഇടയ്ക്ക് ഇതുപോലെ ഏതോ ഒരു ക്ലാസ്സിൽ പായു പഠിക്കാൻ പോയതിന് ശേഷം മാത്രം ഒരു 2-3 മാസമുള്ള ട്യൂഷന് പോയിട്ട് പിന്നെ അത് നിർത്താണ് കേട്ടോ ചെയ്തത്. പിന്നെ ഞാൻ തന്നെയാണ് ഇത്ര നാൾ ഹാൻഡിൽ ചെയ്ത് തുടങ്ങുന്നത്. കാര്യം ഈ എക്സാം എന്നൊക്കെ കേൾക്കുമ്പോൾ ഞാൻ TV വയ്ക്കാനോ അല്ലെങ്കിൽ പുറത്തേക്ക് കൊണ്ടുപോകലോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. എന്നാലും ഇവരെ കളിക്കാൻ പറഞ്ഞയക്കാണ്ടിരിക്കൽ, അങ്ങനെ ഫുൾ ടൈം ഇരുത്തി പഠിപ്പിക്കൽ അങ്ങനെയൊന്നുമില്ല. അവർക്ക് റിലാക്സ് ചെയ്യാനുള്ള ഒരു ടൈം കൊടുത്തുകൊണ്ട് തന്നെ അവരെ ഫ്രീ ആക്കി വെച്ചുകൊണ്ട് തന്നെയാണ് എപ്പോഴും പഠിപ്പിക്കാൻ ഇരുത്താറുള്ളൂ. പിന്നെ എക്സാമിന് മുന്നേ തന്നെ ഞാൻ എല്ലാ പോർഷൻസും കവർ ചെയ്തിട്ടുണ്ടാവും. പിന്നെ റിവിഷനാണ്, എക്സാമിൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ റിവിഷനാണ്. അതൊരു 2-3 വട്ടമൊക്കെ റിവിഷൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഞാനൊരു പുസ്തകം വെച്ചിട്ടുണ്ട്, ആ പുസ്തകത്തിൽ ഞാനിങ്ങനെ എല്ലാ പരീക്ഷയ്ക്കുള്ള പോർഷൻസൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അതിങ്ങനെ ടിക്കറ്റ് പോവുകയാണ് കേട്ടോ ചെയ്യാം. ടെക്സ്റ്റും നോട്ടും ഒക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് എഴുതിയിട്ട് ടെക്സ്റ്റ് പഠിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ടെക്സ്റ്റിൻ്റെ ഭാഗം ടിക്കിടും, നോട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നോട്ടിൻ്റെ ഭാഗം ടിക്കിടും. അത് ചിലപ്പോൾ ഡബിൾ വെട്ട് വരും. ഡബിൾ വെട്ട് വരികയെന്ന് വെച്ചാൽ അത് 2 വട്ടം കഴിഞ്ഞിട്ടുണ്ട് റിവിഷൻ
റിവിഷൻ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ ഇവരെ ഹാൻഡിൽ ചെയ്ത് കൊണ്ട് പോകണത് കേട്ടോ. എനിക്ക് അമ്മൂട്ടീനെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അമ്മൂട്ടീനെ ഞാൻ നന്നായിട്ട് അടിക്കലും പിടിക്കലൊക്കെ ചെയ്തു തുടങ്ങും കേട്ടോ. എനിക്കിപ്പോൾ അത് ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. കാരണം ആ ഒരു പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എനിക്ക് മനസ്സിലായി അങ്ങനെ അടിച്ചിട്ടും പിടിച്ചിട്ടൊന്നും കാര്യമില്ല. കാര്യം അവരൊരു പ്രായമാകുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ ഇപ്പോഴായി പിന്നെ രണ്ടാളെ അങ്ങനെ അടിക്കുകയൊന്നുമില്ല. തീരെയും ഗതി കിടന്ന ഒരു സമയം വരുമ്പം മാത്രമാണ് എൻ്റെ നിന്ന് രണ്ട് കിട്ടുള്ളൂ കേട്ടോ. അത് എൻ്റെ മക്കൾ കുറുമ്പ് കാണിക്കുമ്പോഴാണ്. അല്ലാണ്ട് ഞാൻ അങ്ങനെ ഇപ്പോഴായി പിന്നെ പിള്ളേരെ അടിക്കലും പിടിക്കലും ഒന്നും ചെയ്യാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ഇതുപോലെ എല്ലാ പാഠത്തിൻ്റെ പേരും എഴുതി വെച്ചിട്ടുണ്ടാവും, അതിൻ്റെ നോട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. ഈ പഠിച്ചതൊക്കെ എന്നെ ടിക്കറ്റ് പോയിട്ടുണ്ടാവും. അമ്മൂട്ടിയിലേക്ക് എനിക്ക് ഒരു വട്ടം റിവിഷൻ മുഴുവൻ കഴിക്കാൻ തന്നെ പറ്റിയിട്ടില്ല എന്ന് തന്നെ പറയട്ടെ. പ്രത്യേകിച്ച് ഇപ്രാവശ്യം ഈ ആനുവൽ ഡേ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്കൂളിൽ നിന്ന് തന്നെ കറക്റ്റ് റിവിഷൻ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ സാധാരണ സ്കൂളിൽ നിന്ന് റിവിഷൻ കഴിയാറുണ്ട്. അപ്പോൾ നമുക്കൊരു ആശ്വാസമായിരുന്നു. ഇപ്രാവശ്യം അതൊന്നും അവർക്ക് ചെയ്യാൻ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഉണ്ട്. അപ്പോൾ ആയുൻ്റെയൊക്കെ ഞാനൊരു ഇതൊക്കെ എല്ലാം ടിക്ക് പോയിട്ടുണ്ട്. ഹിന്ദി മാത്രമാണ് അവളെ ബാലൻസ് ആയിട്ടൊന്ന് കിടക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അമ്മൂട്ടിക്ക് ഈ പഠിപ്പിൻ്റെ വരുമാനമായിട്ട് കിട്ടാത്ത അടിയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 2-3 വർഷം മുന്നേ വരെ, 2-3 പോരാ, അതിന് 3-4 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. അതിന് മുന്നേ വരെ ഞാൻ അങ്ങനെ അടിക്കാറൊക്കെ ഉണ്ട്. പഠിച്ചിട്ട് കിട്ടിയില്ല എന്ന് വെച്ചാൽ അടിക്കുകയൊക്കെ ചെയ്യും. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യില്ല. രണ്ടാമതും എഴുതാൻ വേണ്ടി കൊടുത്തേക്കും, എഴുതി പഠിപ്പിക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യുക. എന്ന് ചോദിച്ചിട്ട് കിട്ടിയില്ല എന്ന് വെച്ചാൽ നേരെ ഞാൻ ഇമ്പോസിഷനായിട്ട് കൊടുക്കും. 5 പ്രാവശ്യം പോയി എഴുതിയിട്ട് വായോ അങ്ങനെ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ എഴുതി പഠിപ്പിക്കുക തന്നെയാണ് ഇപ്പോൾ ചെയ്യാറുള്ളത്. എന്നാൽ വെച്ചിട്ട് രണ്ടുപേരും എന്താ പറയുക ഭയങ്കര പഠിപ്പിസ്റ്റോളാണ്. അങ്ങനെയൊന്നല്ല, ഒരു ആവറേജ് സ്റ്റുഡൻസ് തന്നെയാണ് കേട്ടോ രണ്ടുപേരും. അപ്പോൾ ആ പഠിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ എൻ്റെ വീട്ടിലെ പണികൾ എനിക്ക് ബാലൻസ് ഉണ്ടെന്ന് വെച്ചാൽ അത് ഞാൻ ചെയ്യും. അപ്പോൾ നമ്മൾ 7:30 പഠിക്കാനിരുന്നിട്ട് ഇപ്പോൾ ആ സമയം 10:30 ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പഠിപ്പ് ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. അമ്മൂട്ടിക്ക് കുറച്ചുകൂടെ ഒരു 11 മണി വരെയൊക്കെ അമ്മൂട്ടി ഇരുന്ന് പഠിപ്പിച്ചിട്ട് പിന്നെ നമ്മൾ അവസാനിപ്പിക്കും കേട്ടോ. അത് ആൾ വാതിലിൻ്റെ ഇടയിൽ മറിഞ്ഞ് നിൽക്കുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾക്കിവിടെ ചൂട് കൂടുതലായതുകൊണ്ടും ചൂടില്ലാത്ത സമയത്താണെങ്കിലും ഡ്രസ്സ് അലർജിയാണ്, അതിൻ്റെ പേരിലാണ് കേട്ടോ വാതിലിൻ്റെ മണ്ടയിൽ ഒളിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇവരെ ഇപ്പോൾ അമ്മൂട്ടിയാണെങ്കിൽ പഠിക്കാനിരിക്കുള്ളൂ. പായു പെട്ടെന്ന് തന്നെ പഠിച്ച് കഴിച്ച് അവൾക്ക് തന്നെ കുറച്ച് ഈസിയല്ലേ ഉള്ളൂ. അമ്മൂട്ടിക്ക് അത്യാവശ്യം അധികം പഠിക്കാനുണ്ട്, ഓവർലോഡ് തന്നെയാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ അതൊക്കെ പഠിച്ച് കഴിക്കണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു സങ്കടമായിട്ടുള്ളൊരു കാഴ്ച കാണിച്ചു കേട്ടോ. സങ്കടമാണോ സന്തോഷമാണോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ കുഞ്ഞിത് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ പീക്കു മരിച്ചു പോയി എന്ന് പറഞ്ഞില്ലേ, അവളെ അമ്മ മരിച്ചു. അവൾക്ക് ഇപ്പോൾ പാല് കുടിക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ തണ്ണിമത്തനാണ് ഇപ്പോൾ, തണ്ണിമത്തൻ മാത്രമേ കഴിക്കുന്നുള്ളൂ കേട്ടോ. ആൾ തക്കാളി ഒന്നും കഴിക്കാറില്ല. അപ്പോൾ ചേച്ചിയുടെ ഒപ്പമാണ് ഇപ്പോൾ, ചേച്ചി അല്ലെങ്കിൽ ചേട്ടനാണ് ഇപ്പോൾ കുട്ടീനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവരൊപ്പം പോയി കിടക്കും. രാത്രി അവരെ കാലുമ്മ തല വെച്ചിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇടയ്ക്ക് പോയിട്ട് ഭക്ഷണം അവരെ കയ്യിൽ നിന്ന് തണ്ണിമത്തനോ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ ഒരു സമാധാനമുണ്ട് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഇവരുടെ എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നിങ്ങളാണെങ്കിലും കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അങ്ങനെ ഉപദ്രവിച്ചിട്ടൊന്നും പഠിപ്പിക്കൊന്നും വേണ്ട കേട്ടോ, അവർ പഠിച്ചോളും. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. ഞാനങ്ങനെ കുറേ ചെയ്തിരുന്ന ഒരാളായതുകൊണ്ട്, ഇപ്പം ഞാനത് ചെയ്യാത്ത ഒരാളായതുകൊണ്ടും എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാനത് നിങ്ങളുടെ അടുത്ത് പറയണം കേട്ടോ. അങ്ങനെ പിള്ളേരെ ഉപദ്രവിക്കൊന്നും വേണ്ട, അവർ പഠിച്ചോളും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.